ഹലോ, മാങ്കോമഡസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കവിതയുമായി അല്ലെ ഒരു കവിയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ആ ഒരു മരത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആ മരം നമ്മൾ അറിയപ്പെടുന്നത് ഒരു കവിയോട്, കാരണം നമ്മുടെ ഇന്ത്യൻ ഷേക്സ്പിയർ ഒക്കെ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ കാളിദാസൻ്റെ കൃതികളുമൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മരത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മരം. പവിഴത്തൊണ്ടി അല്ലെങ്കിൽ നാറത്തൊണ്ടി അല്ലെങ്കിൽ സ്റ്റെർക്കുലിയ എന്നൊക്കെ വെളിപ്പേരുള്ള മരമാണ്. ഇതാണ് നമ്മുടെ കാളിദാസൻ്റെ കൃതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിന് പറയാൻ കാരണം നമ്മുടെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിളിക്കുന്ന കാളിദാസൻ്റെ കൃതികളിൽ സ്ത്രീകളുടെ അതരങ്ങളോട് ഉപമിക്കുന്നത് ഇതിൻ്റെ കായാണ്. ഏകദേശം ഒരു 20 മീറ്റർ വരെയൊക്കെ ഉയരം വയ്ക്കുന്ന ഒരു ഇടത്തരം വൃക്ഷമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ കായ്കൾ ഉണ്ടായി വരുമ്പോൾ ഒരു പച്ച കളറിലും അത് മൂത്ത് പഴുത്ത് വരുന്ന സമയത്ത് ഒരു ഓറഞ്ചും റെഡും കൂടെ കൂടിയിട്ടുള്ള ഒരു കളറും കൂടിയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ മേളിൽ നിന്നൊക്കെ ഇവിടുന്ന് താഴെ നോക്കുകയാണെങ്കിൽ ഒരു വെൽവെറ്റ് പോലെയൊക്കെയാണ് തോന്നുന്നത്. അതിനുള്ളിൽ ഉണ്ടാവുന്ന ഒരു കായുണ്ട്, അതിൻ്റെ വിത്ത് അതൊരു ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ്, ബംഗ്ലാദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ മരം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കാരണം നനവുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഈ മരം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഇല പൊഴിയുന്ന സസ്യമാണ് കേട്ടോ. വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞിങ്ങനെ മരം മാത്രമായിട്ട് അതിൻ്റെ കമ്പുകൾ മാത്രമായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ അതിനുശേഷം നല്ല തളിരിലകളൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേലിയൊക്കെ ഉണ്ടാക്കില്ലേ, വേലിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലല്ല, ഏറ്റവും കൂടുതൽ ശ്രീലങ്കയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വേലിയായിട്ട് വെച്ച് പിടിപ്പിക്കും. അതേപോലെ തന്നെ ഒരു അലങ്കാര വൃക്ഷമായിട്ട് അവർ വെച്ച് പിടിപ്പിക്കാറുണ്ട്. കാരണം സ്ഥലമൊക്കെ ഇഷ്ടംപോലെ ഉള്ളിടത്താണെങ്കിൽ ഈ മരം ഒരു ഇടത്തരം മരമായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കായൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ആ കായ് പച്ച കളറും ആ റെഡും ഓറഞ്ചും കൂടെ കൂടിയിട്ടുള്ള കളർ എല്ലാം കൂടി വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ വീടിൻ്റെയൊക്കെ പരിസരങ്ങളിൽ ഇങ്ങനെ പറമ്പൊക്കെ ഒരുപാട് ഉള്ളിടത്താണ് നിൽക്കുന്നത് കാണാനായിട്ട്. ഇതാണ് അതിൻ്റെ കായ്. ഇത് പൊട്ടിയതാണ് കേട്ടോ. ഇത് നന്നായിട്ട് എനിക്ക് താഴെ വീണ് കിട്ടിയതാണ്. ഇത് മൂത്തിട്ട് പൊട്ടി തുറന്നിരിക്കുന്നതാണ്. ഇതിനകത്തുള്ള വിത്തുകളാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ ഫുള്ള് കറുപ്പാണ്. ഇതിൻ്റെ ഈ ഒരു എൻഡിങ് പോർഷനിൽ യെല്ലോ കളറായിരിക്കും വരുന്നത്. ഈ കായയുടെ എല്ലാ കായയുടെ അങ്ങനെ തന്നെയാണ്. ഈ ഒരു എൻഡിങ് പോർഷനിൽ യെല്ലോ കളറായിരിക്കും വരുന്നത്. ഇതാണ് പ്ലാന്റേഷൻ ഉപയോഗിക്കുന്നത്. ഇത് വീണ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുഞ്ഞു ചെടികൾ നിറയെ ഉണ്ടാവും. മാൽവേസി കുടുംബത്തിൽപ്പെടുന്ന ഒരു സസ്യയിനമാണ് ഇത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്റ്റെർക്കുലിയ ബെലങ്കാസ് എന്നാണ്. അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിലൊക്കെ വിളക്ക് തിരി കത്തിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നെന്നാണ് പറഞ്ഞത്. വിളക്കായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, കുത്തുവിളക്കൊക്കെ ഇല്ലേ, അതിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതിങ്ങനെ ഒടിച്ച് എടുത്തതാണ്. ഇതൊരു തണ്ട്, ഒരു നല്ല കട്ടിയുള്ള തണ്ട് ഉണ്ടാവും. ആ തണ്ടയിലാണ് ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും വിരിഞ്ഞ് ഈ ഒരു വിളക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ വിളക്കിൻ്റെ ഒക്കെ രൂപത്തിൽ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് സ്റ്റോറിങ് സ്പേസ് ഉള്ളതുപോലെയൊക്കെ ആവും. അപ്പോൾ ഇതിൻ്റെ തണ്ട് താഴത്തേക്ക് ഒരു തണ്ട് ഉണ്ടാവും. ആ തണ്ടിൽ നിന്ന് ഇതിങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ 4 അല്ലെങ്കിൽ 5 എണ്ണ ഇങ്ങനെ വിളക്ക് പോലെ ഇരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നിറയെ എണ്ണ ഒഴിച്ചിട്ട് അവർക്ക് തിരി തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ തിരി തെളിയിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇതിനുള്ളിൽ വരുന്ന ഈ ഒരു പോർഷനില്ലേ, ഈ ഒരു പോർഷൻ നല്ല കട്ടിയുള്ളതാണ്. ഇത് തൊപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഇവിടെയല്ല, പുറത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ആ തടി ഉണ്ടല്ലോ, ആ തടി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നാരുകൾ ഉണ്ടാവും. ആ നാരുകൾ കുടിലൊക്കെ പണിയാനായിട്ട് പുറത്തൊക്കെ ഉള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾ മാത്രമല്ല, ഇതിന് ആയുർവേദപരമായിട്ടും അതേപോലെ നാടൻ വൈദ്യത്തിലും ഒക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വൃക്ഷമാണ് ഈ നമ്മുടെ പവിഴത്തൊണ്ടി അല്ലെങ്കിൽ നാറത്തൊണ്ടി എന്ന് പറയുന്നത്. ഈ മരത്തിൻ്റെ തൊലിക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത്. കാരണം ഇന്ത്യയിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും അതേപോലെ ശ്രീലങ്കയിലും ഒക്കെ നാടൻ വൈദ്യത്തിൽ ഇതിൻ്റെ തൊലി ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയാമോ? നമ്മൾ ഈ വീണൊക്കെ എല്ലുകളൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി എടുത്ത് അരച്ച് ഒടിഞ്ഞ ഭാഗത്ത് പരട്ടിയിട്ട് അവർ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒടിഞ്ഞ എല്ലുകൾ പെട്ടെന്ന് കൂടിച്ചേരാനും അതേപോലെ അതുമൂലമുള്ള നീരൊക്കെ വന്ന് കെട്ടുക, അതേപോലെ വേദനയുണ്ട്, അതൊക്കെ കുറയാനായിട്ട് വളരെ സഹായിക്കും. അതിന് സഹായിക്കുന്നത് ഈ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ആസ്ട്രിജന്റ് ഗുണങ്ങളാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചതവുകളൊക്കെ ഇല്ലേ, നമ്മൾ വീണിട്ടോ അല്ലാതെയോ ഒക്കെ എന്തെങ്കിലും ഇടിച്ചിട്ടോ ഒക്കെ ചതവുകൾ ഉണ്ടാവുക, അതേപോലെ നീർവീക്കം ഉണ്ടാവുക, അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ഈ നാടൻ വൈദ്യത്തിൽ ഇതിൻ്റെ ഈ തൊലി അരച്ച് പുരട്ടാറുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മളെ മുറിവുകളൊക്കെ ഉണ്ടാവില്ലേ, ശരീരത്തിൽ ഉണ്ടാകുന്ന കത്തിവെച്ച് മുറിവോ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാവുക, ആ മുറിവുകൾ ഉണങ്ങാനും ഇതിൻ്റെ തൊലി അരച്ചിടുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്രണങ്ങളൊക്കെ ഇല്ലേ, അതിനെ ശുദ്ധീകരിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനുമൊക്കെ ഇതിൻ്റെ തൊലി അരച്ച് പുരട്ടാറുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിലാണ്.
അതുപോലെ തന്നെയാണ് കേട്ടോ, നമ്മൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ, വയറുവേദന, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അതൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഇതിൻ്റെ തൊലി ഉപയോഗിച്ച് മരുന്നുണ്ടാക്കി കൊടുക്കാറുണ്ട് ആളുകൾക്ക്. നമ്മുടെ കാളിദാസൻ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ സ്ത്രീകളുടെ അധരങ്ങളോട് ഉപമിക്കുന്ന നമ്മുടെ ഈ പവിഴത്തൊണ്ടിയുടെ കായാണെങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഒടിവുകൾ, ചതവുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു നാടൻ വൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് നമ്മുടെ ഈ പവിഴത്തൊണ്ടിയുടെ തൊലി എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ വേരിനോ കായകൾക്കോ അതുപോലെ ഇലകൾക്കോ എന്തെങ്കിലും ഔഷധ ഗുണങ്ങളോ മറ്റു ഉപയോഗങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത്. അപ്പം നിങ്ങൾക്കറിയാവുന്ന ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.